പ്രാർത്ഥനയോടെ ഒരു വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. 2 കൊരിന്ത്യർ 12 അധ്യായം അതിൻ്റെ 7 തൊട്ട് 10 വരെയുള്ള വേദഭാഗങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. 2 കൊരിന്ത്യർ chapter 12 verses 7 to 10. 2 കൊരിന്ത്യർ 12 അധ്യായം അതിൻ്റെ 7 തൊട്ട് 10 വരെയുള്ള വേദഭാഗങ്ങൾ. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിലൊരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താൻ്റെ ദൂതനെ തന്നെ. അതെന്നെ വിട്ടു നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതയിൽ പ്രശംസിക്കും. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. പ്രൈസ് ദി ലോർഡ്. വളരെ പ്രാർത്ഥനയോടെ ദൈവവചനത്തിലേക്ക് ശ്രദ്ധിച്ചാട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് ബലഹീനതകൾ കടന്നു വരാറുണ്ട്. ഇവിടെ പൗലോസ് തൻ്റെ ശാരീരിക ബലഹീനതയെക്കുറിച്ചാണ് പറയുന്നത്. ശാരീരിക ബലഹീനതകളുണ്ട്. ആത്മീയ ജീവിതത്തിനകത്ത് ബലഹീനതകൾ സംഭവിക്കാം. ഇമോഷണലി നമുക്ക് ബലഹീനതകൾ ഉണ്ടാകാം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം, ഈ ബലഹീനതകളെയൊക്കെ നമ്മൾ മറച്ചു വെക്കുവാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആരും എനിക്ക് ഇന്ന ഒരു ബലഹീനതയുണ്ടെന്ന് തുറന്നു പറയാറില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിനകത്ത് കടന്നു വരുന്ന ബലഹീനതകളിൽ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയുമെന്നും ദൈവത്തിൻ്റെ ശക്തി അവിടെ നമുക്ക് അനുഭവിക്കുവാൻ കഴിയുമെന്നുള്ളതാണ് ഇന്ന് പകൽക്കാലം വചനം ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, എന്താണ് ദൈവമേ എൻ്റെ ജീവിതത്തിനകത്ത് ഇങ്ങനെ ഒരു ബലഹീനത നീ അനുവദിച്ചത്? ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ശരീരത്തിൽ ക്ഷീണിതരായി തീരുമ്പോൾ, രോഗികളായി തീരുമ്പോൾ, ആമേൻ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ ആഗ്രഹിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും അല്ലെങ്കിൽ പല നിലകളിൽ ആമേൻ ആ രോഗം മാറുവാൻ ശ്രമിച്ചിട്ടും അത് മാറാതിരിക്കുമ്പോൾ നമ്മൾ ആമേൻ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ടോ, ദൈവമേ എന്തുകൊണ്ടാണ് ഈ ബലഹീനത എൻ്റെ ജീവിതത്തിനകത്ത് അനുവദിച്ചത്? പ്രൈസ് ദി ലോർഡ്. ആമേൻ. വൈകാരിക തലങ്ങളിൽ ആമേൻ നമുക്ക് ബലഹീനത സംഭവിക്കാം. ആത്മീയ ജീവിതത്തിനകത്ത് ബലഹീനത സംഭവിക്കാം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അവിടെയൊക്കെ നമ്മൾ ആരോടും അത് തുറന്നു പറയാറില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ ആരോടെങ്കിലും അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെക്കുറിച്ച് അവരെന്ത് ചിന്തിക്കും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്ലെങ്കിൽ ആമേൻ ഇന്നത്തെ ഒരു സാഹചര്യം വെച്ച് കഴിഞ്ഞാൽ ആമേൻ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് എല്ലാവരുടെയും ചെവിയിൽ എത്തിക്കുവാൻ ആമേൻ ചിലർക്കൊക്കെ വലിയ താല്പര്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ഒരു സാഹചര്യം വന്നതുകൊണ്ട് ഇന്ന് ആരും അവരുടെ ആമേൻ ജീവിതത്തിനകത്തെ ബലഹീനതകളെ കുറിച്ച് തുറന്നു പറയുവാൻ തയ്യാറാകുന്നില്ല. അങ്ങനെ ആമേൻ സംഭവിക്കുമ്പോൾ എന്താണ്? ആമേൻ അവരുടെ ജീവിതത്തിനകത്ത് ആ ബലഹീനതകൾ പരിഹരിക്കപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, ദൈവസന്നിധിയിലേക്ക് വന്നിട്ടും അവർ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുവാൻ കഴിയാതിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ആമേൻ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ജീവിതത്തിനകത്തൊരു ബലഹീനതയുണ്ടെന്ന് വിചാരിക്കുക. എൻ്റെ ആത്മീയ ജീവിതത്തിലൊരു ബലഹീനതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇത് ഞാൻ ആരോടും തുറന്നു പറയുന്നില്ല. ആമേൻ. ആമേൻ. പലപ്പോഴും ദൈവസന്നിധി വരുമ്പോഴും ഞാൻ എന്ത് ചെയ്യുന്നില്ല, അതിനെ ആമേൻ ഹല്ലേലൂയ തുറന്നു പറയാതെ ഒരു മാസ്ക് വെച്ചുകൊണ്ട്, ആമേൻ പലപ്പോഴും ആത്മീയ ജീവിതത്തിൽ നമ്മൾ ഈ മാസ്ക് വെച്ചുകൊണ്ട് വരുന്നവരാ. പ്രൈസ് ദി ലോർഡ്. ഇത് തുറന്നു പറയാതിരിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കുവാൻ ആഗ്രഹമുണ്ടായിട്ടും ആമേൻ നമ്മുടെ ബലഹീനതകൾ പരിഹരിക്കപ്പെടാത്തത് കൊണ്ട് ആമേൻ എന്ത് സംഭവിക്കുന്നു? ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കുവാൻ കഴിയാതെ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനം നമ്മളോട് പ്രാരംഭമായിട്ട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ബലഹീനത ദൈവം ആമേൻ അനുവദിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമാണ്, ഞാൻ എന്നിൽ ആശ്രയിക്കാതെ
ദൈവശക്തിയിൽ ഞാൻ ആശ്രയിക്കണം എന്നുള്ളതാണ് ദൈവം ഇന്ന് പകൽക്കാലം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒന്നും കൂടെ വ്യക്തമായി പറഞ്ഞാൽ, എൻ്റെ ശരീരത്തിലാകട്ടെ, എൻ്റെ ആത്മീയ ജീവിതത്തിലാകട്ടെ, എൻ്റെ വൈകാരിക തലത്തിലാകട്ടെ, ഇതുവരെ പരിഹരിക്കാത്ത ഏതെങ്കിലും ഒരു ബലഹീനതയുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി വെളിപ്പെടുന്ന ദൈവത്തിന്റെ ശക്തി, ഹല്ലേലൂയ, ആ ബലഹീനതകളെ അതിജീവിക്കുവാൻ എന്നെ ശക്തീകരിക്കുന്നതാണെന്നാണ് ദൈവത്തിന്റെ വചനം ഇന്ന് പകൽക്കാലം നമ്മളോട് ശക്തമായി ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. ബലഹീനത മാറ്റാം എന്ന് കർത്താവ് പറയുന്നുണ്ടോ? ഇല്ല. എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം നമ്മളോട് ഹൃദ്യമായിട്ട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിലേക്ക് ആമേൻ നമ്മൾ കടന്നു വരുമ്പോൾ അതിൻ്റെ 27, 28, 29 വാക്യങ്ങളിലൊക്കെ ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു, ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എന്തിനാണ് ബലഹീനരായ നമ്മളെ തിരഞ്ഞെടുത്തത് എന്ന് വചനം അവിടെ പറയുന്നത്? ഒരു ജഡവും ദൈവത്തിന്റെ സന്നിധിയിൽ എന്ത് ചെയ്യരുത്? പ്രശംസിക്കരുത്. പ്രൈസ് ദി ലോർഡ്. നോക്കുക, ബലഹീനതകളിൽ തുടരുകയല്ല, ബലഹീനതകളിൽ ദൈവശക്തി അനുഭവിക്കണം. പ്രൈസ് ദി ലോർഡ്. ബലഹീനതകളെ അതിജീവിച്ചുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തെ മുന്നോട്ട് പോകണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ബലഹീനരായ നമ്മളെ തെരഞ്ഞെടുത്തത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആമേൻ, നമ്മുടെ ജീവിതത്തിനകത്ത് ഒരിക്കൽ പോലും, ഹല്ലേലൂയ, നമ്മളിൽ പ്രശംസിക്കരുത്. ഇനി പ്രശംസിക്കുന്നെങ്കിൽ നമ്മുടെ കർത്താവിലല്ലാതെ മറ്റൊരു ആമേൻ ഇടമില്ല എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം നമ്മളോട് ഹൃദ്യമായി പറയുന്നത്. മൺകൂടാരത്തിനകത്ത്, മൺപാത്രത്തിനകത്ത് ഈ ദൈവശക്തി നൽകിയിരിക്കുകയാ. മൺപാത്രം തകർന്നു പോകുന്നതാ, ഉടഞ്ഞു പോകുന്ന റഫറേസലോ. എന്നാൽ ഇതിനകത്ത് ദൈവശക്തി പകർന്നിരിക്കുമ്പോ, കഷ്ടത വരുമ്പോ ഇടുങ്ങിയിരിക്കുന്നില്ല. മൺപാത്രം പറയുക, ഇതെന്റെ കഴിവ. ആമേ പറയാൻ പറ്റുമോ? ഇല്ല. ആമേ. കാരണം എന്താ? ഇതിനകത്തൊരു ദൈവശക്തിയുണ്ട്. മൺപാത്രമാകുന്ന നമ്മുടെ അകത്ത് ദൈവശക്തി തന്നിട്ട് ദൈവത്തിന് നമ്മളോട് പറയാനുള്ളത്, നമുക്ക് സ്വയത്തെ പ്രശംസിക്കുവാൻ ഒന്നുമില്ല. നമുക്ക് പ്രശംസിക്കുവാൻ ഉണ്ടെങ്കിൽ ആമേൻ, ആ ദൈവ കൃപയ്ക്കകത്ത് മാത്രമാ, ആ കർത്താവിനകത്ത് മാത്രമാണ്. അത് തിരിച്ചറിയുന്നവരെ ഓർത്ത് ഞാൻ ഇന്ന് പകൽക്കാലം ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നോക്കുക, നമ്മൾ ചോദിക്കാറുണ്ട്, ദൈവമേ എന്താണ് ഈ ബലഹീനത അനുവദിക്കുന്നത്? ഞാൻ ആമേ പ്രാർത്ഥിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്, ബലഹീനത പരിഹരിക്കപ്പെടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് പറയാനുള്ളത്, ആ ബലഹീനതയുടെ നടുവിൽ ഞാനൊരു ദൈവശക്തി പകർന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ആ ദൈവശക്തിയിൽ ആശ്രയിക്കുമ്പോ ഇന്ന് പകൽക്കാലം എനിക്ക് ബലഹീനതയുണ്ടെന്ന് പിന്നെ എനിക്ക് മനസ്സിലാകാത്ത നിലകളിൽ ആ ബലഹീനത അപ്പുറത്ത് കടന്നുകൊണ്ട് ദൈവ പ്രവൃത്തിക്ക് വേണ്ടി നിൽക്കുക. ആ ദൈവശക്തി എന്നെ ഇടവരുത്തുമെന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. എന്റെ ശരീരത്തിൽ രോഗമുണ്ടെന്ന് വിചാരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഈ രോഗം ആമേൻ എന്നെ മുന്നോട്ട് വിടുന്നില്ല. അതുകൊണ്ടാണല്ലോ പൗലോസ് എത്ര വട്ടം അപേക്ഷിച്ചത്? 3 വട്ടം അപേക്ഷിച്ചു. എന്തിനു വേണ്ടി അപേക്ഷിച്ചത്? ആമേ. പ്രൈസ് ദി ലോർഡ്. ഈ ബലഹീനത ഒന്ന് മാറാൻ വേണ്ടി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇന്ന് കർത്താവ് പറഞ്ഞു, ഒറ്റ വാക്കിന് ഞാൻ ആ ബലഹീനത മാറ്റാന്നല്ല പറഞ്ഞത്, നീ ദൈവശക്തി ഒന്ന് അനുഭവിച്ചറിയണം. ഹല്ലേലൂയ. നീ ദൈവത്തിന്റെ കൃപയൊന്ന് അനുഭവിച്ചറിയുവാൻ ഇടവരണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവിന് ഹൃദ്യമായിട്ട് ഓർമ്മപ്പെടുത്തുവാനുള്ളത്, ദൈവമക്കളെ, നമ്മുടെ ശരീരത്തിനകത്ത് രോഗമുണ്ട്, പ്രയാസമുണ്ട്, വേദനകളുണ്ട്, ദുഃഖങ്ങളുണ്ട്. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിനകത്തുള്ളപ്പോൾ തന്നെ ആമേൻ, ഇതിനെയൊക്കെ ഓവർകം ചെയ്യുക, ഇതിനെയൊക്കെ തരണം ചെയ്യുക. ദൈവശക്തി ദൈവം നമ്മുടെ ജീവിതത്തിനകത്ത് പകർന്നു നൽകിയിരിക്കുന്നുവെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മപ്പെടുത്തുകയാ. ആമേൻ. ആ ദൈവശക്തിയെ നാം തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ദൈവശക്തിയിൽ ആശ്രയിക്കുമ്പോ നമ്മുടെ ജീവിതത്തിനകത്ത് സ്വയത്തെ പ്രശംസിക്കാതെ കർത്താവിന് മഹത്വം കൊടുക്കുവാൻ ഇടവരുമെന്നാണ് ദൈവത്തിന്റെ വചനം ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തോട് ശക്തമായി ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ബലഹീനത ജീവിതത്തിനകത്ത് വരുമ്പോൾ നമ്മൾ അത് അഡ്മിറ്റ് ചെയ്യണം. നമ്മൾ ദൈവസന്നിധിയിൽ
തുറന്നു പറയണം. പ്രൈസ് ദി ലോർഡ്. ദൈവമേ, ഇന്ന ഒരു ബലഹീനത എൻ്റെ ജീവിതത്തിനകത്ത് ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. പത്രോസിനോട് ആമേൻ ഹല്ലേലൂയ അല്ലെങ്കിൽ ശിഷ്യന്മാരോട് കർത്താവ് ചോദിച്ചു, ആമേൻ നിങ്ങൾ ആമേൻ പ്രൈസ് ദി ലോർഡ് ജനം എന്നെ കുറിച്ച് എന്തു പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ പത്രോസ് പറഞ്ഞത് എന്താണ്? ആമേൻ, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാകുന്ന ക്രിസ്തുവാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അപ്പോസ്തല പ്രവൃത്തി 14:15 നമുക്ക് കാണുവാൻ കഴിയുന്നത്, അപ്പോസ്തല പ്രവൃത്തി 14-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യത്തിനകത്ത് പൗലോസ് പറയുകയാണ്, പുരുഷന്മാരെ, നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ത്? ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യരത്രേ. നിങ്ങൾ ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ട് ആകാശഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിയണമെന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. പൗലോസ് പറയുക, പുരുഷന്മാരെ, നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ത്? ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യരാ. പ്രൈസ് ദി ലോർഡ്. പത്രോസ് എന്ത് പറയുന്നു? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാകുന്ന ക്രിസ്തുവാണ്. ഹല്ലേലൂയ. ആമേൻ. പത്രോസിന് ആ ക്രിസ്തു ആരാണെന്നുള്ള വെളിപ്പാട് ലഭിച്ചു. ഹല്ലേലൂയ. പൗലോസ് ഇവിടെ പറയുന്നത്, ആമേൻ പ്രൈസ് ദി ലോർഡ്, ഞാൻ ആരാണ്? ഞാൻ നിങ്ങളെ പോലെ ഒരു മനുഷ്യനാണ്. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി നിങ്ങൾ അമ്പലം ഉണ്ടാക്കണ്ട, എനിക്ക് വേണ്ടി നിങ്ങൾ യാഗം കഴിക്കണ്ട, നിങ്ങൾ ജീവനുള്ള കർത്താവിങ്കിലേക്ക് തിരിയണമെന്ന് ആമേൻ പൗലോസ് അവിടെ വിളിച്ചു പറയുവാൻ ഇടവന്നു. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? ദൈവമക്കളെ, നമ്മുടെ ആത്മീയ ജീവിതത്തിനകത്ത് രണ്ട് തിരിച്ചറിവുകളെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ഒന്ന്, നമ്മുടെ ദൈവം ആരാണ്, നമ്മുടെ കർത്താവ് ആരാണ്. ഹല്ലേലൂയ. രണ്ട്, നമ്മൾ മനുഷ്യരാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. മനുഷ്യരാണെന്ന് പറയുമ്പോൾ ഈ മനുഷ്യ പ്രകൃതിക്കകത്ത് എന്തുണ്ട്? ബലഹീനതകൾ ഉണ്ട്. ഹല്ലേലൂയ. ഇതിനകത്ത് കുറവുകൾ ഉണ്ട്. ഹല്ലേലൂയ. അത് മറച്ചു വെച്ചാൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന് നമ്മുടെ ജീവിതത്തിനകത്ത് പ്രവർത്തിക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്, മൺപാത്രത്തിനകത്ത് ദൈവശക്തി പകർന്നു നൽകിയിട്ട് ആമേ ബലഹീനരായ നമ്മളെ തിരഞ്ഞെടുത്തിട്ട് ആമേ ബലമുള്ളതിന്റെ മുമ്പിൽ നമ്മളെ നിർത്തിയെങ്കിൽ ആമേൻ ഒരു മനുഷ്യന് തങ്ങളിൽ പ്രശംസിക്കുവാനില്ല. പ്രശംസിക്കുന്നുവെങ്കിൽ ആമേ കർത്താവിൽ അല്ലാതെ മറ്റാരിലും അരുത് എന്ന് ദൈവത്തിന്റെ വചനം ഇന്ന് പകൽക്കാലം ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ദൈവസന്നിധിയിൽ എന്ത് ചെയ്യണം? അഡ്മിറ്റ് ചെയ്യണം. ഹല്ലേലൂയ. കർത്താവേ, എനിക്കൊരു ബലഹീനതയുണ്ട്, എനിക്കൊരു കുറവുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ ബലഹീനരായ അനേകരെ ദൈവം ഉപയോഗിച്ചതായിട്ട് നമുക്ക് വചനത്തിനകത്ത് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. മോശയെ ദൈവം ഉപയോഗിച്ചതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. മോശ എങ്ങനെയുള്ള വ്യക്തിയായിരുന്നു? ആമെ പെട്ടെന്ന് കോപിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ആ മോശയെ ദൈവം ആമേൻ ഈ ഭൂമിയിലെ തന്നെ ഏറ്റവും ഹമ്പിളായ ഹല്ലേലൂയ ഒരു വ്യക്തിയാക്കി ദൈവം രൂപാന്തരപ്പെടുത്തി എടുക്കുവാൻ ഇടവന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അബ്രഹാം ഭയമുള്ള വ്യക്തിയായിരുന്നു. അബ്രഹാം ഭയപ്പെട്ടിരുന്നു എന്ന് തിരുവചനത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നു. എന്നാൽ ആ അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവാക്കി ദൈവം ആമേൻ ഉയർത്തുവാൻ ഇടവന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ പത്രോസിനെ കുറിച്ച് നമുക്കറിയാം. പത്രോസ് ആമേൻ എപ്പോഴും എടുത്തുചാട്ടക്കാരനായിരുന്നു. ഹല്ലേലൂയ. ആ പത്രോസിനെ ഒരു പാറയാക്കി, ഉറപ്പുള്ള ഒരു പാറയാക്കി ദൈവം തീർക്കുവാൻ ഇടവന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ ദാവീദ് ജീവിതത്തിനകത്ത് ബലഹീനതയുള്ള ഒരു മനുഷ്യനായിരുന്നു, പാപം ചെയ്ത ഒരു മനുഷ്യനായിരുന്നു. ആ ദാവീദിനെ എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്നുള്ള നിലയിൽ ദൈവം അഭിസംബോധന ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ ദൈവമക്കളെ? പല നിലകളിലുള്ള ബലഹീനതകൾ ദൈവസന്നിധിയിൽ നമുക്കെല്ലാവർക്കുമുണ്ട്. എന്നാൽ ബലഹീനതകൾ ദൈവസന്നിധിയിൽ നമ്മളൊന്ന് അഡ്മിറ്റ് ചെയ്താൽ, ബലഹീനതകൾ ദൈവസന്നിധിയിൽ ഒന്ന് ഏറ്റുപറഞ്ഞാൽ, ഹല്ലേലൂയ. ദാവീദ് പറയുന്നു, എൻ്റെ പാപത്തെ ഞാൻ മറച്ചു വെച്ചപ്പോൾ എൻ്റെ അസ്ഥികൾ ഉരുകുന്നത് പോലെ തോന്നി, എന്നാൽ ഞാൻ ഏറ്റുപറഞ്ഞപ്പോ ദൈവത്തിൽ നിന്ന് കരുണ ലഭിച്ചു.
ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഹൃദയമായി നമ്മുടെ ജീവിതത്തോട് വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്നത്, ആമേൻ, ഏത് ബലഹീനതകളോ ദൈവസന്നിധി തുറന്നു പറഞ്ഞാൽ ഇന്ന് പകൽക്കാലം ദൈവശക്തി അവിടെ നൽകി തന്ന്, ആമേൻ, ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കുവാൻ കഴിയുമെന്ന് ദൈവത്തിന്റെ വചന ശക്തമായി വിളിച്ചു പറയുകയാ. എത്ര പേർ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനത്തിന് മുമ്പാകെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകുന്നു? ആമേൻ. ദൈവമക്കളെ, ശാരീരികമായോ മാനസികമായും ഹല്ലേലൂയ വൈകാരികമായോ പല വീഴ്ചകൾ നമ്മുടെ ജീവിതത്തിനകത്തുണ്ട്. ആമേൻ. പല വിധത്തിലുള്ള ബലഹീനതകളുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം എന്തേ ദൈവമേ എന്റെ ജീവിതത്തിൽ അത് അനുവദിച്ചത് എന്ന് ചോദിച്ചാൽ ദൈവത്തിന് പറയുവാൻ കഴിയും, ആമേൻ, ദൈവശക്തി അതിന്റെ നടുവിൽ പകർന്നു നൽകുക. ആമേൻ. സ്വയത്തെ പ്രശംസിക്കാതിരിക്കുക, കർത്താവിൽ പ്രശംസിക്കുവാൻ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ ഉപയോഗിക്കുവാൻ എന്റെ കർത്താവ് മതിയായവനാണെന്ന് ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുക. ഹല്ലേലൂയ. ആമേൻ. ബലഹീനതയുണ്ടെന്ന് പറഞ്ഞ് മുറിക്കകത്ത് കയറിയിരിക്കരുതേ. ഹല്ലേലൂയ. ബലഹീനതയുണ്ടെന്ന് പറഞ്ഞ് ഹല്ലേലൂയ ആമേൻ ദൈവപ്രവൃത്തിയിൽ നിന്ന് പുറകോട്ട് മാറി നിൽക്കരുതേ. ഇന്ന് പകൽക്കാലം ആത്മാവ് ഹൃദയമായി നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് ബലഹീനത ദൈവസന്നിധി തുറന്ന് പറയാം. ഹല്ലേലൂയ. ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കേണ്ട വിഷയമാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കാം. മാനുഷികമായി ജയിക്കാൻ കഴിയാത്ത മേഖലയാണെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സഹായം ഇന്ന് പകൽക്കാലം ചോദിക്കുക. ഹല്ലേലൂയ. റീബാന ശംദന രാജസിയാദര. ആമേൻ. ദേഷ്യം ഒരു ബലഹീനതയാണ്. ഹല്ലേലൂയ. റിഗബന ഹത്തുന റിഗദന ജാരസിയാദര. ദൈവത്തിന്റെ ആത്മാവ് ആമേൻ നമ്മളോട് വിളിച്ചു പറയുന്നു, ഭയം ഒരു ബലഹീനതയാണ്, എടുത്തുചാട്ടം ഒരു ബലഹീനതയാണ്. ഹല്ലേലൂയ. ആമാ റിഗദന ജാരസിയാദര. ഇന്ന് പകൽക്കാലം അതിനെ ജയിക്കുക ദൈവശക്തി നമ്മളിലേക്ക് പകർന്നു തരുക. എന്റെ ദൈവം വിശ്വസ്തനാണെന്ന് ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുക. ആ ബലഹീനത ഒന്ന് പരിഹരിച്ചാട്ടെ, ആ ബലഹീനത ഒന്ന് പരിഹരിച്ചാട്ടെ. ഇന്ന് പകൽക്കാലം ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കുവാൻ പദ്ധതിയുണ്ടെന്ന് ദൈവത്തിന്റെ ആലോചന വിളിച്ചു പറയുക. ആമേൻ. പൗലോസിന്റെ ഒന്നാം മിഷണറി യാത്രയിൽ മർക്കോസ് കൂടെ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആ മിഷണറി യാത്രയുടെ പകുതിയായപ്പോൾ മർക്കോസ് ആമേൻ തിരിച്ച് ആമേൻ പോന്നു. പ്രൈസ് ദി ലോർഡ്. രണ്ടാം മിഷണറി യാത്ര തുടങ്ങുമ്പോൾ ആമേൻ പൗലോസും ബർന്നബാസും തമ്മിൽ ഉഗ്രവാദം ഉണ്ടാകുന്നു. എന്തിനു വേണ്ടിയാ? ആമേൻ പൗലോസ് പറഞ്ഞു, ഇടയ്ക്ക് വെച്ച് ഇട്ടിട്ട് പോയവനെ ഞാൻ എന്ത് ചെയ്യത്തില്ല, ആമെ കൂടെ കൊണ്ടുപോകത്തില്ല. ബർന്നബാസ് എന്ന് പറയുന്ന വ്യക്തി ഹല്ലേലൂയ മർക്കോസിന്റെ ബന്ധുവാണ് എങ്കിൽ തന്നെയും ബർന്നബാസിനെ നമുക്ക് എല്ലായിടത്തും കാണുവാൻ കഴിയുന്നത് പ്രബോധനപുത്രനായിട്ട്. പൗലോസിനെ പോലും യെരൂശലേം സഭയ്ക്ക് ആമേൻ ആമേൻ വീണ്ടും ആമേൻ കണക്ട് ചെയ്ത് കൊടുക്കുന്നത് ഈ ബർന്നബാസ്. ഹല്ലേലൂയ. പൗലോസ് ബർന്നബാസിനെ വിട്ടുപോകുവാൻ തയ്യാറായിട്ടും ബർന്നബാസ് ആരെ വിട്ടില്ല? മർക്കോസിനെ വിട്ടില്ല. ഹല്ലേലൂയ. മർക്കോസിന്റെ ബലഹീനത എന്താ? സാധാരണക്കാരനായ ഒരു വ്യക്തിയാ. പ്രൈസ് ദി ലോർഡ്. പത്രോസിൽ നിന്നാണ് ആമേൻ യേശു കർത്താവിനെ കുറിച്ച് കേട്ടിട്ട് മർക്കോസിന്റെ സുവിശേഷം എഴുതിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അങ്ങനെ ഒരു വ്യക്തി ഹല്ലേലൂയ ആമേൻ പ്രൈസ് ദി ലോർഡ് സാധാരണക്കാരനായ ഒരു വ്യക്തി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അവന് പൗലോസ് തള്ളിക്കളഞ്ഞു, പൗലോസ് കൊണ്ടുപോയില്ല, ബർന്നബാസ് കൂടെ കൂട്ടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ പൗലോസിന്റെ ജീവിത അവസാനത്തിങ്കൽ ആമേൻ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, ആ മർക്കോസിനെ വിളിച്ചു കൊണ്ടുവരിക, അവന് സുവിശേഷത്തിന് കൊള്ളാവുന്നവനാണ്. ശ്രദ്ധിക്കുക ദൈവമക്കളെ, ബലഹീനനായ ഒരു മനുഷ്യന് ആമേൻ അവന് പരാജയങ്ങൾ ഉണ്ടായപ്പോ പൗലോസ് തള്ളിക്കളഞ്ഞു, എന്നാൽ കർത്താവ് തള്ളിക്കളഞ്ഞില്ല, ദൈവം തള്ളിക്കളഞ്ഞില്ല. ഹല്ലേലൂയ. ആമേൻ പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ആലോചന നമ്മുടെ ഹൃദയങ്ങളോട് വിളിച്ചു പറയുക. ഇന്ന് പകൽക്കാലം ആഗ്രഹിക്കുകയാ, മറ്റെല്ലാവരെക്കാളും മുൻപിൽ ആമേൻ സുവിശേഷം എഴുതിയതാര്? മർക്കോസാണ്. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ വചനം നമ്മളോട് ഇങ്ങനെ പറയുന്നു. ഹല്ലേലൂയ. നമ്മളെ തള്ളിക്കളയുന്ന മേഖലകൾ ഉണ്ടായിരിക്കാം, ബലഹീനതകളെ ചൂണ്ടിക്കാട്ടി നമ്മളെ ആമേൻ ഹല്ലേലൂയ കളിയാക്കുന്ന മേഖലകൾ ഉണ്ടായിരിക്കാം. ഹല്ലേലൂയ. നമ്മളെ മാറ്റി നിർത്തുന്ന മേഖലകൾ ഉണ്ടായിരിക്കാം. എന്നാൽ ഇന്ന് പകൽക്കാലം ആരൊക്കെ തള്ളിക്കളഞ്ഞാലും ഹല്ലേലൂയ, ആരൊക്കെ മാറ്റി നിർത്തിയാലും ഹല്ലേലൂയ, ആമേൻ നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്, അവൻ നിന്റെ കരങ്ങളിൽ പിടിച്ചിട്ടുണ്ടെന്നുള്ള വിശ്വാസം ഇന്ന് പകൽക്കാലം ഉണ്ടെങ്കിൽ ബലഹീന
ബലഹീനതകളെ അതിജീവിച്ചുകൊണ്ട് ദൈവ പ്രവൃത്തിക്ക് വേണ്ടി നിൽക്കുവാൻ കഴിയുമെന്ന് ദൈവത്തിന്റെ ആലോചന നമ്മുടെ ഹൃദയത്തോട് ശക്തമായി ആമേൻ വിളിച്ചു പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. റീബാന ശംദന രാജസ്യാദ. ഹല്ലേലൂയ. ശാരീരികമായി ബലഹീനതകൾ ഉണ്ടാകാം, അത് ദൈവപ്രവൃത്തിക്ക് തടസ്സമല്ല. ഹല്ലേലൂയ. ആമേൻ. ഭാഷ ആമേൻ ഹല്ലേലൂയ ബലഹീനത ഉണ്ടാകാം, ദൈവപ്രവൃത്തിക്ക് തടസ്സം അല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആര് ദൈവകൃപയിൽ ആശ്രയിക്കുന്നുവോ, ആര് ദൈവശക്തിയിൽ ആശ്രയിക്കുന്നുവോ, അവര് ദൈവിക പദ്ധതിക്ക് വേണ്ടി ഉപയോഗിക്കുക. എന്റെ ദൈവം വിശ്വസ്തനാണെന്ന് ദൈവത്തിന്റെ വചനം പറയുക. ബലഹീനതയെ അഡ്മിറ്റ് ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ സന്നിധിയിൽ അത് തുറന്നു പറയണം. പൗലോസ് പറഞ്ഞതുപോലെ ഞങ്ങളും നിങ്ങളെ പോലെ ആമേൻ സാധാരണ ജനങ്ങളാണ്. ഹല്ലേലൂയ. ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെന്നല്ല, നിങ്ങൾ ഞങ്ങളിലേക്കല്ല നോക്കേണ്ടത്, നിങ്ങൾ യേശു ക്രിസ്തുവിലേക്ക് നോക്ക്, ആ സുവിശേഷത്തിൽ വിശ്വസിക്ക്. ആമേൻ. അത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് മനസ്സാന്തരത്തെ കൊണ്ടുവരുവാൻ ഇടവരും. ദൈവമക്കളെ, നമ്മൾ ആരാണ്? സാധാരണ മനുഷ്യരാണ്. എന്നാൽ നമ്മളെ വ്യത്യസ്തരാക്കുന്നത്, നമ്മളെ ദൈവപ്രവൃത്തിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ഈ മൺപാത്രത്തിൽ പകർന്നിരിക്കുന്ന ദൈവശക്തിയാണെന്ന് ദൈവത്തിന്റെ ആലോചന നമ്മുടെ ഹൃദയത്തോട് വിളിച്ചു പറയുക. പ്രൈസ് ദി ലോർഡ്. ഈ ബലഹീനതയുടെ നടുവിലാണ് പൗലോസ് ആമേൻ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. എത്ര വട്ടം പ്രാർത്ഥിച്ചു? 3 വട്ടം പ്രാർത്ഥിച്ചു. അപ്പോൾ നമ്മുടെ ബലഹീനത ആമേൻ കർത്താവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം തരുന്ന ഒരു അവസരമാണെന്ന് മനസ്സിലാക്കണം. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തോട് ചോദ്യം ചോദിക്കുക, ദൈവമേ എന്താണ് 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 ഇത് മാറാത്തത്? ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നു, എന്നിലേക്കൊന്ന് അടുത്തു വരുവാൻ. ഹല്ലേലൂയ. എന്റെ മുഖത്തേക്കൊന്ന് നോക്കുവാൻ. സ്വയാശ്രയങ്ങൾ വിട്ട്, സ്വയനീതീകരണങ്ങൾ വിട്ട്, അബ്ബാ പിതാവേ എന്നെ സഹായിക്കണമേ എന്ന് പറയുന്ന ആ തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് കൊണ്ടുവരുവാൻ ദൈവം തരുന്ന അവസരങ്ങളാണെന്ന് അതിനെ തിരിച്ചറിഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കണമെന്ന് വചനശക്തമായി നമ്മുടെ ജീവിതത്തോട് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. വെളിപ്പാടുകളുടെ ആധിക്യത്തിൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിക്കുവാൻ, ഹല്ലേലൂയ, എന്നിൽ അഹങ്കാരം ഉണ്ടാകാതിരിക്കുവാൻ ബലഹീനത ദൈവം എൻ്റെ ജീവിതത്തിനകത്ത് അനുവദിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്ന്, ദൈവത്തോട് ഞാൻ അടുക്കാൻ എനിക്ക് അവസരമാ. 2, എന്നിൽ ഒരിക്കലും അഹങ്കാരം ഉണ്ടാകരുത്. ഹല്ലേലൂയ. ആമേൻ. ആത്മീയ ജീവിതത്തിനകത്ത് പലപ്പോഴും നമ്മൾ അഹങ്കരിച്ചു പോകാറുണ്ട്. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ മുകളിൽ ആമേൻ നമ്മളാണെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട്. ആമേൻ. പലപ്പോഴും നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മൾ ഇറങ്ങിത്തിരിക്കാറുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നു, ആമേൻ. പ്രൈസ് ദി ലോർഡ്. സ്വർഗ്ഗത്തോളം എത്തി സ്വർഗീയ ഭാഷ കേട്ട പൗലോസിന്റെ ജീവിതത്തിനകത്ത് ഒരു ബലഹീനത അനുവദിക്കുമ്പോ പൗലോസിന് പറയാനുള്ളത്, വെളിപ്പാടുകളുടെ ആധിക്യത്തിനകത്ത് ഞാൻ ഹല്ലേലൂയ നിഗളിച്ചു പോകാതിരിക്കുവാൻ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആത്മീയ ജീവിതത്തിനകത്ത് നിഗളിച്ചു പോകരുതെന്ന് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഹൃദയങ്ങളോട് വിളിച്ചു പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധിയിൽ അനുദപിക്കുക, മുട്ടുകുത്തുക, കണ്ണുനീരൊഴിക്കുക. അവസരങ്ങൾ ദൈവം തരുമ്പോ അബ്ബാ പിതാവേ എന്നെ സഹായിക്കണമേ എന്ന് ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം ശക്തീകരിക്കുക. അവൻ മതിയായവനാണെന്ന് ദൈവത്തിന്റെ ആലോചന വിളിച്ചു പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്. ഞാൻ ദൈവമക്കളോട് അത് തുറന്നു പറയുന്നു. പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ള ദൈവമക്കൾ കരങ്ങളെ കോർത്ത് പിടിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ആ ബലഹീനത എൻ്റെ സഹോദരങ്ങൾ തമ്മിലുള്ള കൂട്ടായ്മയെ ശക്തീകരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് മനസ്സിലാക്കുന്നു ദൈവമക്കളെ? ആമേൻ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ശക്തമായി ഓർമ്മപ്പെടുത്തുവാനുള്ളത്, നമ്മൾ ചോദിക്കുന്നു എന്താണ് എന്താണ് എന്താണെന്ന് ചോദിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മ നമ്മളോട് പറയുന്നു, എന്നോടൊന്ന് അടുത്തു വന്നിട്ട് എത്ര ദിവസമായി? പ്രൈസ് ദി ലോർഡ്. എന്നോടൊന്ന് അടുത്തു വന്നിട്ട് എത്ര ദിവസമായി? എന്നോടൊന്ന് അപേക്ഷിച്ചിട്ട് എത്ര ദിവസമായി? ആമേൻ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് സ്വയാശ്രയം വിട്ടിട്ട് ദൈവത്തിന്റെ അടുക്കലേക്ക് വരാൻ ദൈവം തരുന്ന മനോഹരമായ നിമിഷങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഏത് ബലഹീനതകളും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പത്രോസും യോഹന്നാനും ഒക്കെ സഹോദരങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, ഇനി ഈ നാമത്തെ പ്രസംഗിക്കരുതെന്ന്. പ്രൈസ് ദി ലോർഡ്.
അധികാരികൾ അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടെന്ന്. പ്രൈസ് എല്ലാവരും ചേർന്നിരുന്ന് ഒരുമിച്ച് പ്രാർത്ഥിച്ചു. എല്ലാവരും ചേർന്ന് ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ആമേൻ. അവിടെ ഒരു ഐക്യത വന്നു. പ്രൈസ് ദി ലോർഡ്. ആ ജനം ഒരുമിച്ച് കൂടുവാൻ ഹല്ലേലൂയ അതൊരു സാഹചര്യമായി. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, ആത്മാവിൽ ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ. ഇല്ല എങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഇന്ന് പകൽക്കാലം ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, ആമേൻ, മനസ്സുകൾ ഏകാഗ്രമായി, ആമേൻ, ആത്മാവിൽ ഏകീകൃതമായി, ആമേൻ, ഒരേ മനസ്സോടെ ഇതിന്റെ അകത്തളങ്ങൾ ദൈവമക്കള് ആമേൻ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ആ പ്രാർത്ഥനകൾക്ക് മറുപടി തന്ന് നമ്മെ ബലപ്പെടുത്തുവാൻ, ശക്തീകരിക്കുവാൻ എന്റെ ദൈവം വിശ്വസ്തനാണെന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു ബലഹീനത എനിക്ക് വന്നു, എൻ്റെ ശരീരത്തിൽ ഒരു രോഗമാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തോട് പറയുക, ദൈവമേ എന്നോട് ക്ഷമിക്കണം, ഈ നിലകളിൽ ഞാൻ എന്നിൽ തന്നെ ആശ്രയിച്ചു അഹങ്കരിച്ചു പോയ സാഹചര്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവമേ എന്നോട് ക്ഷമിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ആമേ സഹോദരങ്ങളോട് പറഞ്ഞ് ഒരുമിച്ച് കരം കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇത്രയൊക്കെ ചെയ്യുമ്പോൾ ആമേൻ ഉറപ്പായിട്ട് ആ വിഷയത്തിന് മറുപടി ഉണ്ടാകും. പ്രൈസ് ആമേൻ, മറുപടി ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഈ മറുപടി ഉണ്ടായി കഴിയുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം, നാളെ അതേ വിഷയത്തോടെ ആരെങ്കിലും എൻ്റെ മുമ്പിൽ വന്നാൽ ഞാൻ അവരോട് പറയും, ഉറപ്പായിട്ട് പറയും, നിങ്ങളുടെ വിഷയത്തിന് മറുപടി ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിച്ച മറുപടിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ കടന്നു പോകുന്ന ശോധനകൾ നാളെ അനേകരെ ഉറപ്പിക്കുവാൻ ദൈവം തരുന്ന അവസരങ്ങളാണെന്ന് ദൈവത്തിന്റെ വചനം ശക്തമായി നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുകയാ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ആരും നിരാശപ്പെട്ടു പോകരുത്, ആരും ഭാരപ്പെട്ടു പോകരുത്. നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രം, ദൈവത്തിന്റെ അടുക്കലേക്ക് ഒന്ന് അടുത്ത് വന്നാട്ടെ. ഹല്ലേലൂയ. ദൈവമേ എന്നൊന്ന് വിളിച്ചാട്ടെ. ഹല്ലേലൂയ. കണ്ണുനീരോട് പ്രാർത്ഥിക്കുക. ഇന്ന് പകൽക്കാലം ഒന്ന് തയ്യാറായാട്ടെ. ഹല്ലേലൂയ. ഹൃദയത്തിനകത്ത് ഹല്ലേലൂയ ദൈവത്തിന് പ്രശംസ കൊടുക്കേണ്ട മേഖലകളിൽ ഇന്ന് പകൽക്കാലം പ്രശംസ കൊടുത്തുകൊണ്ട് ഹല്ലേലൂയ റീബാന ശൗഡവ നഗദല ജാരശിയാദന നമ്മെ എവിടെ നിന്ന് വിളിച്ചു വേർതിരിച്ചു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ന് പകൽക്കാലം എനിക്ക് എന്നെ പ്രശംസിക്കുവാൻ അവസരങ്ങളില്ല. പ്രശംസിക്കുന്നുവെങ്കിൽ എൻ്റെ കർത്താവിൽ മാത്രമാണ്. ഹല്ലേലൂയ. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഹല്ലേലൂയ കർത്താവിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കുക. ആമേൻ. ആത്മാവിൽ ഒന്ന് ഒരുമനപ്പെടട്ടെ. കരങ്ങളൊന്ന് ഒരുമിച്ച് കൊടുത്തുകൊണ്ട് ഇന്ന് പകൽക്കാലം അതരങ്ങൾ ചലിപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ ദൈവജനം തയ്യാറാകട്ടെ. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു ഇതിന്റെ നടുവിൽ ദൈവത്തിന്റെ വിടുതലുകൾ സംഭവിക്കുക തന്നെ ചെയ്യൂ. ദൈവത്തിന്റെ വിടുതലുകൾ വെളിപ്പെടുക തന്നെ ചെയ്യൂ. അധികാരമുള്ള യേശു കർത്താവിന്റെ നാമത്തിൽ യേശു കർത്താവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ. എത്ര പേര് ഇന്ന് പകൽക്കാലം ആ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നു? എത്ര പേര് കർത്താവിനോട് ഇന്ന് പകൽക്കാലം തങ്ങളുടെ ഹൃദയങ്ങളെ തുറന്നു പറയുവാൻ തയ്യാറാകുന്നു? ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് ഹൃദയമായിട്ട് പറയുവാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ തുറന്നു പറയുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിൽ നിന്ന് നമുക്ക് ആശ്വാസവും വിടുതലും ആമേൻ ലഭിക്കുമെന്ന് ദൈവത്തിന്റെ വചനം ശക്തമായി നമ്മളോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് എന്നെ വിട്ടു നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. അവൻ എന്നോട് എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതയിൽ പ്രശംസിക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പൗലോസിന് ആമേൻ ഒരു കാര്യം മനസ്സിലായി. ഹല്ലേലൂയ. ഈ ബലഹീനതയെ അതിജീവിക്കണമെങ്കിൽ ആമേൻ പ്രൈസ് ദി ലോർഡ് എൻ്റെതായിട്ട് എന്തെങ്കിലും കൊണ്ട് സാധ്യമല്ല. എനിക്ക് കർത്താവിൻ്റെ കൃപ ആവശ്യമാണ്, കർത്താവിൻ്റെ ശക്തി ആവശ്യമാണ്. ആ ശക്തി ആ ബലഹീനതകളെ അതിജീവിക്കുവാൻ തന്നെ സഹായിക്കുമെന്ന് ദൈവസന്നിധിയിൽ തിരിച്ചറിഞ്ഞപ്പോ പൗലോസ് ഇപ്പോ ബലഹീനതയുടെ നടുവിൽ ദൈവശക്തിക്ക് വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ആ ദൈവശക്തിക്കകത്ത് ആമേൻ തന്റെ ബലഹീനതയ്ക്കകത്ത് പൗലോസ് ഇപ്പോ പ്രശംസിക്കുന്നത് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഏത് സാഹചര്യമാണെങ്കിലും ഒന്ന് പിറുപിറുക്കാതിരിക്കാൻ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. നമ്മൾ കടന്നു പോകുന്ന ഏത് സാഹചര്യമാണെങ്കിലും അതിനകത്തൊന്ന് സംതൃപ്തിയോടെ ഇരിക്കാൻ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ആത്മാവിന് നമ്മളോട് ഹൃദയമായി ഓർമ്മപ്പെടുത്തുവാനുള്ളത് ആമേൻ, നീ നിരാശപ്പെടണ്ട, നീ പിറുപിറുക്കണ്ട.
ഉള്ള അവസ്ഥയിൽ ഒന്ന് സംതൃപ്തിയോടെ ഇരുന്നാൽ ഇന്ന് പകൽക്കാല ദൈവകൃപ എന്താണ്, ആ ദൈവശക്തി എന്താണ് ഒന്ന് തിരിച്ചറിയുവാൻ ഇടവരുന്നുവെങ്കിൽ ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പറയാനുള്ളത്, ആ ബലഹീനതയ്ക്കപ്പുറത്ത് ദൈവ പ്രവൃത്തിക്ക് വേണ്ടി നമ്മെ നിർത്തുവാ എന്റെ ദൈവം വിശ്വസ്തനാണെന്ന് വചനശക്തമായി നമ്മുടെ ജീവിതത്തോട് പറയുക. ഹല്ലേലൂയ. പൗലോസ് ഇവിടെ ആമേ തന്നിൽ ആശ്രയിക്കുന്നില്ല, സ്വയത്തിൽ ആശ്രയിക്കുന്നില്ല. ഹല്ലേലൂയ. സ്വയത്തിൽ ആശ്രയിക്കാതിരിക്കുന്നതിന് കാരണം എന്താ? പൗലോസിന് മനസ്സിലായി, എന്നിൽ ആശ്രയിച്ചത് കൊണ്ട് എനിക്ക് ഈ പ്രശ്നത്തെ തരണം ചെയ്യുവാൻ കഴിയത്തില്ല, എനിക്ക് എന്റെ കർത്താവിൽ മാത്രം ആശ്രയിക്കണം. എന്നിൽ പ്രശംസിച്ചത് കൊണ്ട് ഈ പ്രശ്നത്തെ അഭിമുഖീകരിക്കുവാൻ കഴിയത്തില്ല, എന്റെ കർത്താവിൽ എനിക്ക് പ്രശംസിക്കുവാൻ ഇടവരണം. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ പ്രശംസ നമ്മുടെ കർത്താവിലേക്ക് മാറട്ടെ. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകൾ കർത്താവിലേക്ക് ഉയരപ്പെടട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വചനശക്തമായി വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്നത്, ആമേൻ, ദൈവത്തോട് നമ്മളൊന്ന് പറയണം, ദൈവമേ നിന്റെ കൃപ എനിക്ക് മതി. ഹല്ലേലൂയ. നിന്റെ ശക്തി എനിക്ക് മതി. അതൊന്ന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവസന്നിധിയിൽ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവിക വിടുതൽ ആമേൻ നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ ഇടവരുമെന്ന് വചനശക്തമായി നമ്മളോട് വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. ഹല്ലേലൂയ. ഞാൻ ക്രിസ്തുവിന് വേണ്ടി ഇപ്പോൾ എന്താ സഹിക്കുന്നത്? ബലഹീനത സഹിക്കുക, കയ്യേറ്റം സഹിക്കുക, ഉപദ്രവം സഹിക്കുക, ബുദ്ധിമുട്ട് സഹിക്കുക, ഞെരുക്കം സഹിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ ശ്രദ്ധിച്ചേ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ജീവിതത്തിനകത്ത് ഞെരുക്കം വന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ഞെരുക്കത്തിൻ്റെ നടുവിൽ ഞാൻ പെറുപെറുക്കാതെ ആ ഞെരുക്കം എൻ്റെ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി സഹിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം, എൻ്റെ കർത്താവിന് മഹത്വം ലഭിക്കുകയാണ്. പ്രൈസ്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? എൻ്റെ ശരീരത്തിൽ ഒരു രോഗമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ രോഗം ഹല്ലേലൂയ നിരാശപ്പെടുത്താതെ പ്രൈസ് ദി ലോർഡ് എൻ്റെ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ദൈവകൃപയെ അപേക്ഷിച്ചുകൊണ്ട് ദൈവശക്തിക്ക് വേണ്ടി കാത്തിരുന്നുകൊണ്ട് അതിൻ്റെ നടുവിൽ ഞാൻ ഹല്ലേലൂയ ആമേ പ്രൈസ് ദി ലോർഡ് ദൈവസന്നിധി വിശ്വാസത്തോടെ കാത്തിരിക്കുമ്പോൾ സംഭവിക്കുന്നത്, എൻ്റെ കർത്താവിന് മഹത്വം ലഭിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കാരണം എന്താ? പ്രൈസ് ദി ലോർഡ്. ഞാൻ ആശ്രയിക്കുന്ന ആരില്ല? എൻ്റെ കർത്താവില്ല. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കർത്താവ് എൻ്റെ ഞെരുക്കം മാറ്റും. എൻ്റെ കർത്താവ് എൻ്റെ ഉപദ്രവത്തിൽ നിന്ന് എന്നെ വിടുവിക്കും. എൻ്റെ കർത്താവ് എൻ്റെ കഷ്ടതകളിൽ നിന്ന് എന്നെ വിടുവിക്കും. ഇനി വിടുവിച്ചാലും വിടുവിച്ചില്ലേലും എൻ്റെ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി അത് സഹിക്കും എന്ന് പറയുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുകയോ അത് തിരിച്ചറിയുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. നിന്റെ ജീവിതം കൊണ്ട് നീ കർത്താവിനെ മഹത്വപ്പെടുത്തിയ, നിന്നെ കൈവിട്ട് കളയുന്ന ദൈവമല്ല, ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദൈവമാണെന്ന് വചന ശക്തമായി നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. യാക്കോബ് ലാബാന്റെ ഭവനത്തിൽ നിന്നും മടങ്ങി വരുമ്പോൾ എല്ലാം നേടി കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. താൻ ആഗ്രഹിച്ചതുപോലെ റാഹേലിനെ കിട്ടി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ലേയുണ്ട്, റാഹേലുണ്ട്. ആമേ പ്രൈസ് ദി ലോർഡ്. ഒത്തിരി ആടുമാടുകളൊക്കെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. എല്ലാ അനുഗ്രഹങ്ങളുമായിട്ട് മടങ്ങി വരുമ്പോൾ ആമേ യാക്കോബിന്റെ ഹൃദയത്തിലുള്ള ഒരു ഭയം, ആമേൻ, ഏശാവ് എങ്ങനെ പ്രതികരിക്കും? പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഏശാവിനെ സാന്ത്വനപ്പെടുത്തുവാൻ പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാവരും അക്കരെ കടത്തി ആമേൻ ഇക്കരെ ആമേൻ ദൈവത്തിൻ്റെ ദൂതനുമായിട്ട് മല്ല് പിടിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അങ്ങനെ ദൈവത്തിന് ദൂതനുമായിട്ട് മല്ല് പിടിച്ച് അവസാനിച്ചെങ്കിൽ അവൻ്റെ തൊടയുടെ തടത്തിൽ തൊട്ട് ആമേൻ അവന് കാലിന് മുടന്നുള്ളവനായി പിന്നീട് അവൻ ജീവിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ആമേൻ. യാക്കോബിനോട് ചോദിച്ച, യാക്കോബേ നീ എങ്ങനെ ഇതെല്ലാം നേടിയത്? ഇതെല്ലാം എൻ്റെ ഉപായം കൊണ്ടാണ് നേടിയത്. ഹല്ലേലൂയ. ഇതെല്ലാം എൻ്റെ കഴിവ് കൊണ്ടാണ് നേടിയത്. ഇതെല്ലാം എന്നിലുള്ള ആശ്രയം കൊണ്ടാണ് ഞാൻ നേടിയത്. ഹല്ലേലൂയ. എന്നാൽ ആമേൻ അടുത്ത നിമിഷം കർത്താവുമായിട്ട് ആമേൻ ദൈവത്തിന് ദൂതനുമായിട്ട് ആ വ്യക്തമായ കൺഫ്രണ്ടേഷൻ ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവൻ്റെ ജീവിതത്തിനകത്ത് മാറ്റമുണ്ടായി. അവൻ ആശ്രയിക്കേണ്ടതിനെ ദൈവം തൊട്ടു. അവൻ്റെ കാലിനെ തൊട്ടു. ഹല്ലേലൂയ. അവൻ്റെ ആരോഗ്യത്തെ തൊട്ടു. ഹല്ലേലൂയ. അവന് ഹല്ലേലൂയ മുടന്തി നടക്കുന്ന ഒരു സാഹചര്യം അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ആമേ പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് ആരാധന കൊടുക്കാം. എന്തുകൊണ്ട്? ആമേൻ സ്വയത്തിൽ ആശ്രയിക്കാൻ ഇല്ല. ആമേ പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞ ദൂത് ദൈവമക്കൾക്ക് മനസ്സിലായോ? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനത്തിന് ശക്തമായി നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുവാനുള്ളത്, നമുക്ക് ഇന്നലകളിൽ പലതും ആശ്രയിക്കാൻ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ അതിനെ ദൈവം തൊട്ടിട്ടുണ്ടെങ്കിൽ
നിരാശപ്പെട്ടു പോകണ്ടെന്ന്. ഹല്ലേലൂയ. നിരാശപ്പെട്ടു പോകണ്ട. ഹല്ലേലൂയ. ആമേൻ. ദൈവം തൊട്ടുവെങ്കിൽ ആമേൻ നിങ്ങളുടെ ജീവിതത്തെ സ്വയാശ്രയത്തിൽ നിന്ന് ദൈവാശ്രയത്തിലേക്ക് ദൈവം കൊണ്ടുവന്നതാ. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തെ ആരാധന ഇല്ലാത്ത തലത്തിൽ നിന്ന് ആരാധിക്കുന്ന തലത്തിലേക്ക് ദൈവം കൊണ്ടുവന്നതാ. ഹല്ലേലൂയ. അത് തിരിച്ചറിയുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ജീവിതത്തെ സംഭവിക്കുന്ന ഏത് കഷ്ടങ്ങളും ഏത് നഷ്ടങ്ങളും ആമേൻ നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാനുള്ള ദൈവത്തിന്റെ വഴികളാണ്. ഹല്ലേലൂയ. ഇന്നലകളിൽ നമ്മൾ ആശ്രയിച്ച നമ്മളിലാണെങ്കിൽ ഇന്ന് നമ്മൾ ആശ്രയിക്കുന്ന ദൈവത്തിലാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് അത് പറയാൻ കഴിയും? ഹല്ലേലൂയ. നമ്മൾ ഇന്നലകളിൽ നമ്മളിലല്ല ആശ്രയിച്ചത്, നമ്മളിലാണ് ആശ്രയിച്ചത്. എന്നാൽ ഇന്ന് ദൈവത്തിൽ ആശ്രയിക്കുന്നത്. ഇന്നലകളിൽ നമ്മൾ ആരാധിച്ചത് ആമേൻ പ്രൈസ് ദി ലോർഡ് മറ്റു പല കാര്യങ്ങളിലുമാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ദൈവദാസൻ വന്ന് ഇവിടെ വചനം സംസാരിച്ചപ്പോൾ ആ ദൈവദാസൻ പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ ഏറ്റവും കൂടുതൽ എന്തിനെയാണോ സ്നേഹിക്കുന്നത് അതാ നിങ്ങളുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോ ഇന്നലകളിൽ ആമേൻ നമ്മുടെ ദൈവം മറ്റു പലതുമായിരുന്നു. എന്നാൽ ഇന്ന് നമുക്ക് ഒരു കാര്യം പറയുവാൻ കഴിയുന്നു. ജീവനുള്ള സത്യദൈവത്തെ ആരാധിക്കുക. ദൈവം നമ്മുടെ ജീവിതത്തിനകത്ത് അവസരം നൽകി. അതുകൊണ്ട് കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ, ബലഹീനതകളൊക്കെ ജീവിതത്തിനകത്ത് വരുമ്പോ ഇത് പരിഹരിക്കാൻ ദൈവശക്തി ദൈവം എനിക്ക് തന്നിട്ടുണ്ടെന്നുള്ള തിരിച്ചറിവോടുകൂടി ആ ദൈവത്തിൽ ആശ്രയിക്കുക, ആ കർത്താവിൽ ആശ്രയിക്കുക. ആമേൻ. ദൈവമക്കളെ സ്വയത്തെ പുകഴരുത്. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് പുകഴ്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കർത്താവിൽ മാത്രമായിരിക്കണം. ഹല്ലേലൂയ. ബലഹീനത വന്നു പോയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കാൻ കഴിയുന്നില്ല. ബലഹീനത ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞാൽ ആമേൻ പ്രൈസ് ദി ലോർഡ്. മോശ പറഞ്ഞു ഞാൻ തടിച്ച നാവുള്ളവനാ. ഹല്ലേലൂയ. ആമേൻ. അവിടെ പരിഹാരം ദൈവം ചെയ്യുക. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ നമ്മുടെ ഏത് ബലഹീനതയാണെങ്കിലും ദൈവസന്നിധിയിൽ ഒന്ന് തുറന്നു പറഞ്ഞാൽ ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഇന്ന് പകൽക്കാലം അടുത്തു വരുവാൻ ലഭിക്കുന്ന ഒരു അവസരമാണ്. ഹല്ലേലൂയ. അത് നഷ്ടപ്പെടുത്തി കളയരുത്. ദൈവത്തോട് മനസ്സ് തുറന്നൊന്ന് പറയുക. ദൈവത്തിന്റെ ആത്മാവിന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുക. എല്ലാ അഹങ്കാരങ്ങളും ആമേൻ ഇന്ന് പകൽക്കാലം മാറ്റിവെക്കാം. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മളെത്തനൊന്ന് താഴ്ത്താൻ സമർപ്പിക്കുക. അബ്ബാ പിതാവേ ആമേൻ ഞങ്ങളുടെ ജീവിതത്തിനകത്ത് നിന്റെ കൃപയില്ലാതെ ഞങ്ങൾക്ക് മുമ്പോട്ട് പോകുവാൻ കഴിയത്തില്ല. നിന്റെ ശക്തിയില്ലാതെ ഞങ്ങൾക്ക് നിൽക്കുവാൻ കഴിയത്തില്ല. ആമേൻ. ദൈവത്തിന്റെ സഹായത്തിന് വേണ്ടി ആമേൻ ഒരു നിമിഷം ദൈവത്തോട് ഒന്ന് അപേക്ഷിച്ചാട്ടെ. ഹല്ലേലൂയ. റീവാന ശൗഡവനഗദന ജാരസിയാദന. നിങ്ങളുടെ കഷ്ടതകൾ, നിങ്ങളുടെ ബലഹീനതകൾ നാളെ അനേകരെ ശക്തീകരിക്കുക ദൈവം നിങ്ങൾക്ക് തരുന്ന അവസരമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഹല്ലേലൂയ അതിന്റെ നടുവേ ദൈവ പ്രവൃത്തിക്ക് വേണ്ടി ഇന്ന് പകൽക്കാലം ആഗ്രഹിക്കുക. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. കർത്താവിന്റെ പൊന്മുഖത്തേക്ക് ഒരു നിമിഷം നോക്കിയാട്ടെ. ഹല്ലേലൂയ.